Prove that if the points x1, y1, x2, y2, x3, y3 are on a single line, then the point 3x1 plus 2y1, 3x1 minus 2y1, 3x2 plus 2y2, 3x2 minus 2y2, 3x3 plus 2y3, 3x3 minus 2y3 are also on a single line. Would this be true if we take some other numbers instead of 3 and 2? x1, y1, x2, y2, x3, y3 എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണെങ്കിൽ 3x1 plus 2y1, 3x minus 2y1, 3x2 plus 2y2, 3x2 minus 2y2, 3x3 plus 2y3, 3x3 minus 2y3 എന്നീ ബിന്ദുക്കളും ഒരേ വരയിലായിരിക്കുമെന്ന് തെളിയിക്കുക. 3, 2 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റേത് രണ്ട് സംഖ്യകൾ എടുത്താലും ഇത് ശരിയാകുമോ? അപ്പോൾ ആദ്യം നമുക്ക് x1, y1, x2, y2, x3, y3 എന്ന അതൊരു സിംഗിൾ ലൈനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതിന്റെ സ്ലോപ്പും നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുള്ള സംഖ്യയുടെ സ്ലോപ്പുകൾ സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ബിന്ദുവിലാണെന്ന് തെളിയിക്കാം. ഓക്കെ, അപ്പൊ ഈ x1, y1, x2, y2, x3, y3 ആർ ഓൺ എ സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? y2 minus y1 divided by x2 minus x1. അതേപോലെ തന്നെ y3 minus y1 divided by x3 minus x1. അഥവാ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ്. അപ്പോൾ y2 minus y1 divided by x2 minus x1. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റിലോട്ട് തന്നെ ഫസ്റ്റത്തെ പോയിന്റിനെയാണ് കോമൺ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ y3 minus y1 divided by x3 minus x1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. y2 minus y1 divided by x2 minus x1 ആണ് സ്ലോപ്പ് കാണാനുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ഫസ്റ്റത്തെ രണ്ടെണ്ണം എടുത്തു. അവിടുന്ന് y2 minus y1 divided by x2 minus x1 ചെയ്തു. പിന്നെ മൂന്നാമത്തതും ഒന്നാമത്തും ആണ് പിന്നെ എടുത്തത്. അപ്പൊ y3 minus y1 divided by x3 minus x1. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം ഈ മൂന്ന് ലൈനുകളും ഒരു സിംഗിൾ ലൈനിലാണ്, മൂന്ന് പോയിന്റുകളും ഒരു സിംഗിൾ ലൈനിലാണ് അഥവാ ഒരു വരയിലാണ് എങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈക്വൽ സൈൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ഏതോടെ ഈ 3x1 plus 2y1, 3x1 minus 2y1 എന്ന് പറയുന്ന ഈ പോയിന്റുകളുടെ സ്ലോപ്പുകളും നമ്മൾ കാണാം. ഈ ഫസ്റ്റത്തേനെ കോമൺ ആക്കി എടുത്തിട്ട്. ഓക്കെ, അവിടെ ഫസ്റ്റത്തേനാണ് കോമൺ ആക്കിയത്. അപ്പൊ ഇവിടെയും ഫസ്റ്റത്തേനെ കോമൺ ആക്കി എടുത്തിട്ട് സ്ലോപ്പുകൾ കാണാം. അപ്പോഴും നമുക്ക് ഇതേപോലെ y2 minus y1 divided by x2 minus x1 എന്നും y3 minus y1 divided by x3 minus x1 ഉം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് പോയിന്റുകൾ ഒരു ബിന്ദുവിലാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലോപ്പുകൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, 3x1 plus 2y1 ആ പോയിന്റുകൾ ഞാൻ ഇവിടെ എഴുതി. ആദ്യം ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിന്റെ എടുത്തു. അപ്പോ y2 എന്ന് പറയുമ്പോൾ 3x2 minus 2y2 കുറച്ച് ചെയ്യാണ്ട്, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. y2 എന്ന് പറയുമ്പോൾ 3x2 minus 2y2 മൈനസ് ഇട്ടു y1 ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായത് കൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം. 3x1 minus 2y1. പിന്നെ അത് കഴിഞ്ഞിട്ട് x2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3x2 plus 2y2 minus 3x1 plus 2y1 അല്ലെ, x2 minus x1 ഈക്വൽ ടു അടുത്ത് ഇപ്പുറത്ത് ഇതാണ് ഈ മൂന്നാമത്തെ പോയിന്റും പിന്നെ കോമൺ ആയിട്ട് എടുക്കേണ്ട ഏതാണ്? ഫസ്റ്റത്തെ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 3x3 അവിടെ y3 പറയുമ്പോൾ 3x3 minus 2y3 മൈനസ് ഏതാ വരിക? 3x1 minus 2y1, കാരണം ഫസ്റ്റത്തേനാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. പിന്നെ 3x3 ഇവിടെ x2 എന്താണ്? 3x3 plus 2y3 minus 3x1 plus 2y1. ഓക്കെ ആണല്ലോ. ഒന്നാമത്തതിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റത്തെ ഈ പോയിന്റും അവിടുന്ന് y2 minus y1, y2 എന്ന് പറഞ്ഞാൽ 3x2 minus 2y1, y1 അറിയാം 3x1 minus 2y1 ബ്രാക്കറ്റിൽ ഇടാം ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായതുകൊണ്ട്. പിന്നെ x2 എന്ന് പറയുമ്പോൾ 3x2 plus 2y2, x1 എന്ന് പറയുമ്പോൾ 3x1 plus 2y1. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റത്തേനാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റത്തത് x1 y1, അടുത്തത് x2 y2. അവിടെയും y2 minus y1 എന്ന് പറയുമ്പോൾ y2 എന്താണ്? 3x3 minus 2y3 minus 3x1 minus 2y1. x2 എന്ന് പറഞ്ഞാൽ 3x3 plus 2y3 minus 3x1 plus 2y1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പൊ ഈ 3x1 എന്തായി? -3x1 ആയി. ഈ -2y1 എന്തായി? +2y1 ആയി. താഴെ വന്നപ്പോ 3x1 എന്തായി? -3x1 ആയി. +2y1 എന്തായി? -2y1 ആയി. ഇവിടെ അതേപോലെ തന്നെ 3x1 എന്തായി? -3x1 ആയി. -2y1 എന്തായി? +2y1 ആയി. ഇനി ഇവിടെ അതേപോലെ തന്നെ 3x1 എന്തായി? -3x1 ആയി. +2y എന്തായി? -2y1 ആയി. ഇനി അടുത്ത സ്റ്റെപ്പില് ഇവിടുത്തെ ഈ 3x2നെയും 3x1നെയും ഞാൻ എടുത്തു. ഏതൊക്കെയാ? 3x2ഉം 3x1ഉം. അതിൽ രണ്ടിലും 3 കോമൺ ആണ് അല്ലെ? അപ്പൊ ആ 3നെ പുറത്തെടുത്താൽ ഇവിടുന്ന് 3 പോയ ബാക്കി ആരുണ്ട്? x2. ഇവിടുന്ന് 3 പോയ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ -x1. ഓക്കെ, 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു. 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ 3നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ x2 -x1 ആവും. ഇനി അതേപോലെ ഇവിടുന്ന് ആരെ പുറത്തെടുക്കാം? -2നെ പുറത്തെടുത്തു. y2 -y1 ആണ് നമുക്ക് വരണ്ടേ, അതുകൊണ്ട് -2നെ ഞാൻ പുറത്തെടുത്തു. ഓക്കെ, ആരെ പുറത്തെടുത്തു? -2നെ പുറത്തെടുത്തു. അപ്പൊ ഇവിടെ y2, ഇവിടെ +2 ആണ്, അതിൽ നിന്ന് -2നെയാണ് ഞാൻ പുറത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരും. രണ്ട് മൈനസ് വരുമ്പോഴാണ് പോസിറ്റീവ് വരിക. അപ്പൊ -5 ആണ്. ഇവിടെ അതേപോലെ തന്നെ 3നെ ഞാൻ പുറത്തെടുത്തു. അപ്പൊ x2 -x1. +2നെ ഞാൻ ഇവിടുന്ന് പുറത്തെടുക്കണേ. ആരെയെ പുറത്തെടുക്കണേ? +2നെ. y2 ഇവിടെ 2 പോയി കഴിഞ്ഞാൽ ഒരു മൈനസ് ഉണ്ട്, y1 ഉണ്ട്. അപ്പൊ y2 -y1. ഇവിടെ അതേപോലെ തന്നെ 3യെ പുറത്തെടുത്തു. then x3 -x1. -2നെ പുറത്തെടുത്തു. then y3 -y1. 3യെ പുറത്തെടുത്തു. x3 -x1. 2നെ പുറത്തെടുത്തു. y3 -y1. അടുത്ത് ഈ ലെഫ്റ്റ് സൈഡിനെ നമ്മളൊരു x2 -x1 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് y2 -y1 ഡിവൈഡഡ് ബൈ x2 -x1 നമുക്ക് കിട്ടണ്ടേ അല്ലെ? ഇവിടെ x2 -x1 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാണ്ട് 3 ആവും. ഇവിടെ -2 × y2 -y1 ഡിവൈഡഡ് ബൈ x2 -x1. ഇവിടെ അതേപോലെ തന്നെ x2 -x1 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ 3 + 2 × y2 -y1 ഡിവൈഡഡ് ബൈ x2 -x1. ഇനി ഇവിടെ നമ്മളൊരു x3 -x1. അപ്പൊ ഇവിടുത്തെ x3 -x1 പോയാണ്ട് 3 ആവും. -y3 -y1 ഡിവൈഡഡ് ബൈ x3 -x1. ഇവിടെ x3 -x1 ക്യാൻസൽ ആയാണ്ട് വെറും 3 ആവും. ഇവിടെ +2y3 -y1 ഡിവൈഡഡ് ബൈ x3 -x1. ഇനി ഇത് നമ്മളൊന്ന് എന്താ പറയാ, സ്പ്ലിറ്റ് ചെയ്തു അഥവാ ക്രോസ് ചെയ്തു. ഓക്കെ, ആ ക്രോസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ അപ്പുറത്ത് പറഞ്ഞില്ല. അത് നമുക്ക് കിട്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? 3 - 2 × y2 -y1. 2 × y2 -y1 divided by x2 -x1 whole divided by 3 plus അല്ലെ 3 plus 2y2 -y1 2y2 -y1 divided by x2 -x1. ഇപ്പുറത്ത് എന്തായിരുന്നു? 3 - 2 × y3 -y1 divided by x3 -x1. 3 + 2 × y3 -y1 divided by x3 -x1. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കാണാം. ഇപ്പുറത്തുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്ത് കാണാം. അപ്പൊ 3 - 2y2 -y1 divided by x2 -x1 ന്റെ കൂടെ ആര് വരും? ഇവിടെ താഴെയുള്ളത്. ഇവിടെ താഴെ എങ്ങനെ വന്നിരുന്നത്? 3 + 2y3 -y1 divided by x3 -x1. ഇവിടെ വന്നപ്പോൾ 3 - 2 × y3 -y1 divided by x3 -x1. ഇത് ഇങ്ങോട്ട് വരുമ്പോഴോ 3 + 2y2 -y1 divided by x2 -x1. നമ്മൾ എന്ത് ചെയ്ത് കാണാം? ക്രോസ് ചെയ്തു. ഈക്വലിന്റെ അപ്പുറം ക്രോസ് ചെയ്തു. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഓരോന്നിനെയും സെക്കൻഡ് ബ്രാക്കറ്റിനുള്ളിലുള്ള ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. 3 × 3 9 കിട്ടും. ദെൻ ഇവിടെ
3 into 3 9 കിട്ടും. Then ഈ 2 ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. Then 2 into 3 6. അപ്പൊ 6 into സോറി ഓർഡറിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഓർഡറിൽ ആദ്യം 3 into 3 9. Then 3 into ഇത്. അപ്പൊ 3 into 2 6. 6 into y3 minus y1 divided by x3 minus x1. അപ്പൊ ഈ 3 രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് ഈ 2 മൈനസ് 2 minus 2 into 3 minus 6. y2 minus y1 divided by x2 minus x1. Then minus 2 into plus 2 minus 4. y2 minus y1 into y3 minus y1 divided by x2 minus x1 into x3 minus x1 equal to ഇവിടെ അതേപോലെ തന്നെ 3 into 3 9 plus 3 into 2 6 y2 minus y1 divided by x2 minus x1. Then minus 2 into 3 minus 6 y3 minus y1 divided by x3 minus x1. Then minus 2 into 2 minus 4 into y3 minus y1 y2 minus y1 x3 minus x1 x2 minus x1. Then ഇതിൽ ഈക്വൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തു. കാരണം രണ്ട് ഭാഗത്തും ഒരേ സൈനുകൾ വരുമ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യാം. ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് മൈനസ് ആകുമല്ലോ. അപ്പൊ ഈ 9 പോകും. പിന്നെ ഇവിടെ പ്ലസ് 6y3 minus y1 ഉണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു minus 6y2 minus y1 ഉണ്ട്. ഇവിടെ ഒരു minus 4y2 minus y1 y3 മൈനസ് ഉണ്ട്. ഇതും മൈനസ് ആണ്. ഇവിടെ ലാസ്റ്റ് വരുന്ന മൈനസ് അല്ലേ, അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. സെയിം അല്ലേ നോക്കി, ഇവിടെ y2 minus y1, ഇവിടെ ഉണ്ട് y2 minus y1, y3 minus y1 y3 minus 1. ഓർഡർ നോക്കണ്ട, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ minus 4y3 minus y1 divided by y2 minus y1 y3 minus y1 into y2 minus y1 divided by x3 minus x1 into x2 minus x1. അതേപോലെ തന്നെ minus 4 into y2 minus y1 into y3 minus y1 x2 minus x1 into x3 minus x1. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന ആളുകളെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. plus 6y3 minus y1 divided by x3 minus x1 minus 6y2 minus y1 divided by x2 minus x1 plus 6y2 minus y1 divided by x2 minus x1. Then minus 6y3 minus y1 divided by x3 minus x1. ഇനി ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തു. ഈ y3 minus y1 divided by x3 minus x1 നെ ഒപ്പാക്കി. അതിന് ഈ minus 6y3 minus y1 നെ ഇപ്പുറത്തോട്ടും ഈ minus 6y2 minus y1 നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരും. മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും, ഈ മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെയും ഇവിടെ 6 y3 minus y1 divided by x3 minus x1. ഇവിടെ 6 ഇവിടെ 6 അപ്പൊ മൊത്തം എത്ര എണ്ണായി? 12 എണ്ണായി അല്ലെ? ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 6 ഇവിടെ 6 അപ്പൊ മൊത്തം എത്ര എണ്ണായി? 12 എണ്ണായി. y2 minus y1 x2 minus x1. ഓക്കെ, ഇവിടെ രണ്ടോടത്തും 12 വന്നു ഒരേപോലെ. അപ്പൊ ഈ 12 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതിവിടെ ഡിനോമിനേറ്ററിലോട്ട് വരും, അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അതും ഡിനോമിനേറ്ററിലോട്ട് വരും. അപ്പൊ അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അവസാനം നമുക്ക് y3 minus y1 divided by x3 minus x1 equal to y2 minus y1 divided by x2 minus x1. ഇതിനല്ലേ നമുക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സ്ലോപ്പ് ഈക്വൽ ആവും, അപ്പൊ ഒരേ ലൈനിലാവും എന്ന് പറഞ്ഞു അല്ലെ? y2 minus y1 divided by x2 minus x1 y3 minus y1 divided by x3 minus x1. അതേപോലെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കണ്ടപ്പോൾ നമുക്ക് അതേപോലെ കിട്ടിയല്ലോ. എങ്കിൽ ഈ പോയിന്റുകൾ ഒരേ വരയിലാണെന്ന് നമുക്ക് പറയാം. These points are on the same line. ഈ ബിന്ദുക്കൾ ഒരേ വരയിലാണ്. Okay. It is possible for any number instead of 3 2 എന്നീ രണ്ട് സംഖ്യകൾക്ക് പകരം മറ്റേത് രണ്ട് സംഖ്യകൾ എടുത്താലും ഇത് ശരിയാവൂലേ? കാരണം നമ്മൾ നോക്കി സംഖ്യകൾ കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും RHSലോട്ടും റൈറ്റ് സൈഡ് LHSലോട്ടൊക്കെ മാറ്റിക്കൊണ്ടാണ് നമ്പറുകൾ കംപ്ലീറ്റ് എന്തായി പോവാണ്? ഡിലീറ്റ് ആയി പോവാണ്. അവസാനം വരുന്നത് അവിടെ ഒരു നമ്പറിന്റെയും ആവശ്യം നമുക്കില്ല. സോ ഈ 3 2 എന്നീ രണ്ട് സംഖ്യകൾക്ക് പകരം മറ്റേത് രണ്ട് സംഖ്യകൾ എടുത്താലും ഇത് ശരിയാവും. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും ആവർത്തിച്ച് എന്ത് ചെയ്യാം? കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ എത്രത്തോളം മാക്സിമം ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മളിത് സഹായിക്കും. ഓക്കെ, നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാലേ നമ്മളുടെ മൈൻഡിലോട്ട് കയറാൻ പറ്റുള്ളൂ. വായിച്ചു നോക്കിയാണ്ടോ സ്റ്റെപ്പുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ്ട് കൊണ്ടുപോകുന്നതാക്കിയാണ്ട് മനസ്സിലാക്കി വെക്കരുത്. തീർച്ചയായിട്ടും ചെയ്ത് തന്നെ പഠിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് എക്സാമിന്റെ സമയത്ത്
നമ്മൾ അതിങ്ങനെ ആലോചിച്ച് നോക്കും, അത് അങ്ങോട്ട് കൊണ്ടുപോയല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോയല്ലോ, നമ്മൾ ഇപ്പൊ കിട്ടിയതാണല്ലോ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി വെക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലും മാത്സ് നമ്മൾ നോക്കി പഠിച്ചു പോരുത്, ചെയ്ത് പഠിക്കണം. എങ്കിൽ ആ സ്റ്റെപ്പുകൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവുള്ളൂ. അപ്പൊ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.